തമ്മിലായിരുന്ന ആ സ്നേഹമാണ് നമ്മൾക്ക് വേണ്ടിയത്. ഞാൻ ചൈനയിൽ ദൈവമക്കളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതെല്ലാം വിവരിച്ച് പറയാൻ സമയമില്ല. ഇന്നും അവർ ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ നിൽക്കുന്നു. സ്തോത്രം. ആദിമകാല വിശുദ്ധന്മാരെല്ലാവരും ആ സ്നേഹത്തെ അനുഭവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു സഹോദരൻ പറയുന്നതിന് മുൻപേ നാം അന്യോന്യം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, ഇതിനു മുൻപ് നമ്മൾ ഫിലയോ സ്നേഹം, ആ കുടുംബസ്നേഹം, അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെല്ലാം ആ ഭാര്യ ഭർത്താക്കളുടെ ബന്ധം മാറിയിട്ട് ഓരോ ദൈവമക്കൾ തമ്മിൽ അങ്ങ് എന്ത് ചെയ്യാണ്, യോജിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഞങ്ങളെ കൊണ്ടുവരുവാൻ സമയം ലഭിച്ചില്ല എങ്കിലും പെട്ടെന്ന് നിങ്ങളിനോട് ശ്രദ്ധിച്ചാൽ നിങ്ങൾ കാണുവാൻ കഴിയും. ഇപ്പോൾ നമ്മൾക്ക് ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും തമ്മിലുള്ള ഈ സ്നേഹം, ഈ ചങ്ങല നമുക്കറിയാം. എന്നാൽ വാസ്തവമായ സ്നേഹം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ കൂടെയുള്ള സ്നേഹമാണ്. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അന്യോന്യം യോജിച്ചിരിക്കുകയാണ്. ഈ ചങ്ങലയെന്ന് പറയുന്നത് ഒട്ടിച്ചു വെച്ചിരിക്കില്ല, ഒന്ന് വേറൊന്നിനകത്ത് വന്ന് അങ്ങനെ യോജിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തോമാച്ചൻ്റെ ഫാമിലിയിൽ നിന്ന് കർത്താവ് തോമാച്ചനെ കൊണ്ടുവരികയാണെങ്കിൽ, ഇത് തോമാച്ചനും ഭാര്യയും 3 മക്കളും, അതിൽ തോമാച്ചൻ്റെ ഒരു മകൻ കർത്താവിങ്കിലേക്ക് വന്നു. അപ്പോൾ ഇവിടുന്ന് മാറി ആ മകൻ പിന്നെ എവിടെയാണ് വന്നിരിക്കുന്നത്? ഇവിടെ വന്നിരിക്കുകയാണ്. എന്നാൽ അവൻ്റെ നിറം അതല്ല, വാസ്തവമായി ചുവന്ന നിറമാണ്. അതിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ആ നിറം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്നേഹത്തിൽ നിന്ന് മാറിയിട്ടാണ് ഈ നിത്യ സ്നേഹത്തിലേക്ക് വന്നിരിക്കുന്നത്. അതിനുശേഷം വേറെ ഒരു വിശ്വാസി വന്നു, അവനോട് ചിന്തിച്ചു. പിന്നെ വേറൊരു വിശ്വാസി വന്നു. പിന്നാണ് തോമാച്ചൻ്റെ അപ്പൻ രക്ഷിക്കപ്പെട്ടു വരുന്നത്. അപ്പോൾ തോമാച്ചൻ്റെ അപ്പനും ഇവിടെ വന്നു ചേരുവാനിടയായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, ആദ്യമേ നമ്മുടെ ഉള്ളതായ സ്നേഹബന്ധം എന്ന് പറയുന്നതിനേക്കാൾ നിത്യമായ സ്നേഹബന്ധം എന്താണ്? അഗാപ്പേ സ്നേഹം. അപ്പോൾ ദൈവം ഈ സ്നേഹത്തെ തകർത്തിട്ട് ഈ സ്നേഹമാണ് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്കെല്ലാം എല്ലാവരുടെയും സ്വന്തമായിട്ട് എണ്ണുവാൻ കഴിയുന്നത്. ആ അനുഭവം ആദിമകാലത്ത് വിശുദ്ധന്മാരുടെ മുൻപിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തങ്ങൾക്കുള്ള വസ്തുക്കളെല്ലാം വിറ്റേച്ച് എന്ത് ചെയ്തത്? അവർ കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചത്. ഇന്ന് മറ്റുള്ളവരുടെ വസ്തുക്കളെല്ലാം വിറ്റേച്ച് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്നാൽ എല്ലാവരും കൂടെ പിടിച്ചുപറിയായിരിക്കും. എന്നാൽ വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വന്നു കഴിഞ്ഞാൽ വിറ്റേച്ചൊരു 10 ലക്ഷം രൂപ കൊണ്ടുവന്നാലും ചിലപ്പോൾ ഒരു മാസം മുഴുവനും ആരും ഒരു ഭാഗം പോലും എടുക്കുകയില്ലായിരിക്കും. കാരണം എൻ്റെ അടുത്ത സഹോദരൻ എടുത്തുകൊള്ളട്ടെ. ഞാൻ ഒരു കഥ പറഞ്ഞത്, സഹോദരന്മാരുടെ സ്നേഹത്തെക്കുറിച്ച് ഒരു കഥ പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. ഒരാൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. ആ പിതാവ് മരിക്കുമ്പോൾ പറഞ്ഞു, മക്കളെ, നിങ്ങൾ 2 സഹോദരന്മാരും തമ്മിൽ പൂർണ്ണമായി സ്നേഹിച്ചു കൊള്ളണം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതായി കാണും. അപ്പോൾ അത് സഹോദര സ്നേഹമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം അവരുടെ കൊയ്ത്തിന്, അവരുടെ നെൽ കൃഷിക്ക് വളരെ നഷ്ടമുണ്ടായി. അപ്പോൾ കൊയ്ത്തപ്പോൾ വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ ചാക്കോച്ചൻ, മൂത്ത സഹോദരൻ്റെ പേര് ചാക്കോച്ചൻ, ഇളയത് തോമാച്ചൻ. ചാക്കോച്ചൻ ചിന്തിക്കുകയാണ്, എൻ്റെ സഹോദരൻ, 2 പേരും 2 വീടുകളിലാണ് താമസിക്കുന്നത്, 2 വയലാണ്. എൻ്റെ സഹോദരൻ തോമാച്ചന് ഒരു പക്ഷെങ്കിൽ വളരെ കുറച്ച് നെല്ല് കിട്ടിക്കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ രഹസ്യമായി എൻ്റെ കറ്റകളിൽ കുറച്ചെടുത്ത് രഹസ്യമായി അവിടെ കൊണ്ടിട്ടേക്കാം. അവനറിയാതെ അവന് കൊണ്ടിട്ടേക്കാം. കാരണം എൻ്റെ സഹോദരൻ ചാക്കോച്ചന് ഈ പ്രയാസം ഉണ്ടാകരുത്. അപ്പോൾ തോമാച്ചനും ചിന്തിക്കുകയാണ്, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഒരു പക്ഷേ പ്രയാസം ഉണ്ടാകില്ല, അവന് കുഴപ്പമുണ്ടാകരുത്. അപ്പോൾ 2 പേരും, ചാക്കോച്ചൻ രാത്രിയിൽ എഴുന്നേറ്റ് ആരും അറിയാതെ കൊയ്തെടുത്തു നിന്ന് കറ്റ എടുത്തുകൊണ്ട് മറ്റെടുത്ത് കൊണ്ടിടുക. അതുപോലെ തോമാച്ചന് ഇവിടുന്ന് എടുത്ത് മറ്റെടുത്ത് കൊണ്ടിടുക. രാത്രിയാണ് അങ്ങോട്ട് ചെന്നാൽ ഒരു പ്രാവശ്യം അവർ 2 കൂടെ കൂട്ടിമുട്ടിയപ്പോൾ അവനോട് ചോദിച്ചു, നീ എങ്ങോട്ട് കൊണ്ടുപോവാ? ഞാൻ ആ ചായൻ്റെ കണ്ടത്തിലേക്ക് കൊണ്ടുപോകാം. ഞാൻ നിൻ്റെ കണ്ടത്തിലേക്ക്. 2 പേരും കൂടെ കെട്ടിച്ചുംബനം ചെയ്ത് ഫിലയോ സ്നേഹത്തിന് അഥവാ സഹോദര സ്നേഹത്തിന് ഇത്രയും ആഴമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് എത്ര ആഴമുണ്ട്!
ഹല്ലേലൂയ. നമ്മൾ ചർച്ച് ഓഫ് ഗോഡ് എന്നോ IPC എന്നോ ഷാരോനോ എന്ന് ചിന്തിക്കാതെ നമ്മുടെ ആ സ്നേഹത്തിൻ്റെ കണ്ണി തുടങ്ങുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ, പിതാവാകുന്ന ദൈവത്തിൽ കൂടെ അങ്ങനെ തുടങ്ങി മുറ്റും അങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഞാൻ നിങ്ങളുടെ മധ്യത്തിൻ്റെ യാത്രയാകുന്നതിന് മുൻപായി ഞാൻ നിങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത്, എന്തു വന്നാലും ഞങ്ങളിനി തമ്മിൽ സ്നേഹിക്കും. ഞങ്ങളിനി തമ്മിൽ സ്നേഹിക്കും. IPC എന്നോ ചർച്ച് ഓഫ് ഗോഡ് എന്നോ ഷാരോനോ എന്നുള്ളത് വ്യത്യാസം വയ്ക്കാതെ, കക്ഷി വൈരാഗ്യങ്ങളൊന്നുമില്ലാതെ നാം ഒരു പാട്ട് പാടാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണമോ അല്ല. ആ പാട്ട് പാടി നമുക്ക് ഇന്നത്തെ ആരാധിക്കാം. അപ്പോൾ പാട്ട് പാടുന്നതിന് മുമ്പേ അല്പനേരം നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞാൻ പെട്ടെന്ന് നിർത്തുന്നത് ആത്മാവിൽ ആരാധിക്കുവാൻ അല്പസമയം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാവിൽ ആ കാര്യങ്ങൾ നല്ലവണ്ണം മനസ്സിലാകുവാൻ ഇടയാകുന്നതിന് വേണ്ടി അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. തന്നെ നിന്നുകൊണ്ട് ഒരപ്പൻ്റെ മക്കളായി, ഒരു ശരീരത്തിൻ്റെ അംശികളായി പ്രവർത്തിപ്പാനുള്ള സമയം ഏറ്റവും വൈകിയിരിക്കുന്നു. ആകയാൽ ഇന്ന് ദൈവസഭയ്ക്ക് അത്യാവശ്യമുള്ളത് കർത്താവ് നമ്മളെ അറിയിച്ചു കഴിഞ്ഞു. ഏക ശരീരമായി വെളിപ്പെടുക. തൃശ്ശൂരുള്ള ജനമേ, ഇനി നമുക്ക് അടുത്ത വർഷം കണ്ടുമുട്ടുമോ എന്ന് പറയുവാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഞാൻ നിങ്ങളോട് കൂപ്പുകൈകളോടെ അപേക്ഷിക്കുന്നത്, നിങ്ങൾ ചർച്ച് ഓഫ് ഗോഡ് ആയാലും IPC ആയാലും അസംബ്ലീസ് ഓഫ് ഗോഡ് ആയാലും ഷാരോൻ ആയാലും ഇൻഡിപെൻഡൻ്റ് ആയാലും തൃശ്ശൂരിലെ ദൈവസഭകൾ ഒന്നിച്ച് ഒരു ശരീരമായി കാണപ്പെടുവാനിടയാകട്ടെ. അങ്ങനെ ലോകം അറിയട്ടെ നാം ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ശിഷ്യന്മാർ.